ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിന് എന്നും എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പര വിശുദ്ധനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ തൻ്റെ ലേഖനം, അതിൽ നിന്നുള്ള 9ാമത്തെ പഠനമാണ് നാം ഇന്ന് നടത്തുന്നത്. 9ാമത്തെ അവതരണം റോമർ ലേഖനം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെയാണ് 8 മുതൽ 15 വരെയുള്ള വേദഭാഗത്തിൽ നാം കണ്ടു അപ്പോസ്തലനായ പൗലോസ് ആവോളം ഒരുങ്ങി നിൽക്കുകയാണ്. തൻ്റെ ഒരുക്കം, തൻ്റെ അത്യഷ്ടമായ ആഗ്രഹം റോമിലേക്ക് പോകാൻ, അതിനുവേണ്ടി താൻ വളരെയധികം ഒരുങ്ങുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായി കണ്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് തനിക്ക് റോമിലേക്ക് പോകാൻ ഇത്രമാത്രം തനിക്ക് വാഞ്ഛയുണ്ടായത്? നാം കണ്ടു, അവിടെയുള്ള വിശുദ്ധന്മാരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. അതുകൊണ്ട് അവരെ കാണാൻ തന്നെ ആഗ്രഹിച്ചു. രണ്ടാമത്, താനൊരു അപ്പോസ്തലൻ എന്ന നിലയിൽ അവിടെ കടന്നു ചെന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും വരങ്ങളും ഉപയോഗിച്ച് അവർക്ക് ആത്മീക വരം പകർന്നു കൊടുക്കണം, അവരെ ബലപ്പെടുത്തണം. ആ ലോകത്തിൽ ജീവിക്കുന്നവർ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ അവർക്ക് ബലം കൊടുക്കണം, ശക്തി കൊടുക്കണം. 3, അവരുമായി ഒരു കൂട്ടായ്മ തന്നെ ആഗ്രഹിച്ചു. അതുകൊണ്ട് താൻ അവരെ കാണാൻ, അവരുമായിട്ട് അല്പസമയം ചെലവിടുവാൻ പൗലോസ് ആഗ്രഹിച്ചു. 4, പൗലോസ് അവരിൽ ഫലമുണ്ടാകണമെന്ന്. അതായത് താൻ അവിടെ ചെന്ന് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ച് ക്രിസ്തുവിനെ ലോകത്തിലേക്ക്, ആ ലോകത്തറിയിച്ച് അനേകരെ ക്രിസ്തുവിനെ നേടുവാൻ ആഗ്രഹിച്ചു. ഫലമെന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചത് ആത്മാക്കളെക്കുറിച്ച് തന്നെയാണ്. 5, തൻ്റെ ജീവിതം ഇതിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. തനിക്ക് വ്യക്തമായൊരു ഊന്നലുണ്ട്. അതാണ് 14ാമത്തെ വാക്യത്തിൽ നാം കണ്ടു. റോമർക്ക് ലേഖനം 1-ാം അധ്യായം. എൻ്റെ 14ാം വാക്യം പറഞ്ഞത്, യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്ക്, ബുദ്ധിഹീനർക്ക് ഞാൻ കടക്കാരനാണ്. ആ വാക്കാണ് താൻ ഉപയോഗിച്ചത്. താൻ കടക്കാരനാണ്. അത് നമ്മളോടും ഒരു വലിയ ചോദ്യം ഉയർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന മഹാസൗഭാഗ്യം, നമ്മുടെ ആത്മരക്ഷ, പാപമോചനം, നിത്യതയുടെ അവകാശം, പുത്രത്വം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം തുടങ്ങി സകല സ്വർഗീയ ദാനങ്ങളും അനുഭവിക്കുന്ന നാം കടപ്പെട്ടിരിക്കുന്നു പലരോടും. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച, സുവിശേഷം അറിയിച്ച, ദിനംതോറും വചനം പരിശീലിപ്പിച്ച വ്യക്തികളോട് നാം കടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ചുറ്റും ഒരു വലിയ ജനസമൂഹം പാപത്തിൽ നശിച്ച് മരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമുക്കവരോട് കടമുണ്ട്, ഒരു കടപ്പാടുണ്ട്. കടങ്ങളൊക്കെ വീട്ടാനുള്ളതാണ്. നമ്മൾ വാങ്ങുന്ന സകല കടങ്ങളും, നമുക്ക് ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും നാം വീട്ടാനുള്ള കടങ്ങളാണ്. നമുക്കതിനുള്ള ഒരുക്കമുണ്ടോ? സുവിശേഷം അറിയിക്കാൻ നമുക്ക് പൗലോസിനെപ്പോലെ ഒരുക്കമുണ്ടോ? ഒരുപക്ഷേ നമുക്ക് നമ്മുടെ കടത്തെക്കുറിച്ച് ബോധ്യമുണ്ടായെന്ന് വരാം. നാം അപ്രകാരം ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു തോന്നലുണ്ടാകും. പക്ഷേ നാം അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ടോ? പോകുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ടോ പൗലോസിനെ പോലെ? അത് വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അനേകർക്ക് ഒരുപക്ഷെ മടിയുണ്ടാകും, ഭയം നിമിത്തം പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളോട് താല്പര്യമില്ലായ്മയാകാം. പക്ഷേ പൗലോസിനെ പോലെ ഒരുങ്ങി നിൽക്കണം. ഈ ഭയവും മടിയും താല്പര്യമില്ലായ്മയും മറികടക്കണം. അതാണ് ദൈവം നമ്മളെ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാൻ പല അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് പല കാരണങ്ങളുണ്ട് അങ്ങനെ ചെയ്യുവാൻ. 1, ഈ സുവിശേഷം അവർക്ക് ലഭിച്ചാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്തെന്ന് ചിന്തിച്ചാൽ മതി. ഈ സുവിശേഷ സത്യം അവർക്ക് ലഭിക്കുമ്പോൾ, നമ്മളും അതേപോലെ യഥാർത്ഥത്തിൽ അനുഭവിച്ചവരാണെങ്കിൽ, ഈ സുവിശേഷ സത്യം അവരെ അറിയിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മാറ്റം എന്താണ്? ഏറ്റവും പ്രധാനമായി നമ്മുടെ ആത്മാക്കളുടെ രക്ഷ പ്രാപിക്കും. ആത്മാക്കൾക്ക് ആത്മീക രക്ഷ പ്രാപിക്കാൻ ഇടവരും. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഇപ്പോഴത്തെ ജീവിതത്തിലും രൂപാന്തരം സംഭവിക്കും. നിത്യതയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങി ജീവിക്കാൻ കഴിയും. അതിൽ പല സഹായം നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? നാം എത്ര വലിയ സമ്പത്തുകൾ നൽകിയാലും അതൊന്നും ഇതിന് തുല്യമല്ല. അപ്പോൾ അവർക്ക് വേണ്ടി നാം ഈ സുവിശേഷം അറിയിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കും അനുഗ്രഹമാണ്. ഏത് വിധത്തിൽ? നാം സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാനായിട്ട് നാം സമർപ്പിതരാണെങ്കിൽ, നാം വാസ്തവത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന്, ഞാൻ എന്താണ് കർത്താവിൽ നിന്ന് എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞത് എന്ന് കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുകയും അതിനായി നന്ദിയുള്ളവരായി തീരുകയും ചെയ്യും. കർത്താവ് എനിക്ക് നൽകിത്തന്ന നന്മകളെക്കുറിച്ച് കൂടുതലായിട്ട് അഭിനന്ദിക്കാൻ, നന്ദിയുള്ളവനായി മാറാൻ കഴിയും ഞാൻ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ. കർത്താവ് എനിക്ക് നൽകിയ ആത്മീക അനുഗ്രഹം, ഈ വെളിച്ചം, ഈ ജ്ഞാനം മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുമ്പോൾ അത് എന്നെ കൂടുതൽ ബോധമുള്ളവനാക്കി മാറ്റും. എനിക്കും എന്താ ലഭിച്ചത്? മാത്രമല്ല, ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്നു വരുന്നത് കാണുന്നതിനേക്കാളും വലിയൊരു സന്തോഷമില്ല. പൗലോസ് പറഞ്ഞതുപോലെ ഇതിൽ പലരും മറ്റൊരു സന്തോഷം കാണുവാനില്ല. ഒരു മനുഷ്യൻ സുവിശേഷം അനുസരിച്ച് സ്നാനമേറ്റ് ദൈവപൈതലായി മാറുന്ന കാഴ്ച കാണുമ്പോൾ
അത് നമ്മുടെ കരങ്ങളിലൂടെ നമ്മളിലൂടെയാണ് സുവിശേഷം കേൾക്കുകയും കൂടെ ചെയ്തതെങ്കിൽ എന്തുമാത്രം സന്തോഷകരമായ അനുഭവമാണത്. വലിയ സംതൃപ്തി നമുക്കുണ്ടാകും. കാരണം ഞാൻ കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ച് സുവിശേഷം അറിയിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞല്ലോ എന്ന വലിയ ബോധമുണ്ടാകുമ്പോൾ അത് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും. ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു ആത്മാവിനെങ്കിലും കർത്താവിന് വേണ്ടി നേടാൻ കഴിഞ്ഞാൽ ജീവിതം സാഫല്യമാവുകയാണ്, സംതൃപ്തി ഉണ്ടാവുകയാണ്. ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീഷ്ണമായ ജ്വാല അത് ആശ്വസിപ്പിക്കപ്പെടുകയാണ് പൗലോസിനെ പോലെ. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ പ്രഖ്യാപനത്തിന് തന്നെ പ്രേരിപ്പിച്ചതിന് താൻ 3 കാര്യങ്ങളാണ് താൻ അവതരിപ്പിച്ചു. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങൾ 14 മുതൽ 16 വാക്യങ്ങളിലാണ് നമ്മളത് കണ്ടത്. ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കട്ടെ. യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ആദ്യമായി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്. ഈ അവസ്ഥ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 9 മുതൽ 9 അധ്യായം 16, 17 2 കൊരിന്ത്യർ 13 5 അധ്യായത്തിൻ്റെ 13 വാക്യങ്ങളിലും ഈ അവസ്ഥയെ പൗലോസ് അപ്പോസ്തലൻ കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5 അധ്യായം 13 മുതൽ പൗലോസ് പറയും, ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിലെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് ഇനി ജീവിക്കേണ്ടതിനും എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ കടപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് പറയും. സുവിശേഷം ലോകത്തോട് അറിയിക്കുകയാണ്. ദൈവം ക്രിസ്തുവിലാണ് ദൈവത്തോട് തന്നെ നിരപ്പിച്ചത്. അതുകൊണ്ട് ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളെ പ്രബോധിക്കുകയാണ്, ലോകത്തിൽ ക്രിസ്തുവിനെ കൊടുക്കുകയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വ്യക്തമായി പറയും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം, പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ യിരെമ്യാ പ്രവാചകൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. യിരെമ്യാവ് 20:9. അവിടെ പറയുന്നത്, അവൻ്റെ നാമത്തിൽ സംസാരിക്കയില്ല എന്ന് പറഞ്ഞാലോ അതെൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാതെയായി. പ്രവാചകൻ പറയുകയാണ്, ഞാൻ ദൈവത്തെക്കുറിച്ച് പറയാതിരുന്നാൽ എൻ്റെ ഉള്ളിൽ തീ വിഴുങ്ങിയതുപോലെയാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ വളരെയധികം സഹിക്കേണ്ടി വരികയാണ്. എനിക്ക് പറ്റില്ല പറയാതിരിക്കാൻ. യഥാർത്ഥത്തിൽ ആത്മരക്ഷ പ്രാപിച്ച ദൈവമായൊരു ബന്ധം അനുഭവിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ പറ്റില്ല. സാഹചര്യം അനുസരിച്ച് എങ്ങനെ ഉപയോഗിക്കണം, ജ്ഞാനത്തോടെ പെരുമാറിക്കൊണ്ട് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ അനുവദീയമായിട്ടുള്ള അവസ്ഥയിൽ അത് പറയുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ട്രാക്റ്റെങ്കിലും കൊടുക്കുകയെങ്കിലും ചെയ്യും. ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ ജീവിതത്തെ മാറ്റം വരുത്തുന്ന ഒരു ചിന്താഗതിയാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്. നമ്മൾ ആ കടം ബോധ്യപ്പെടണം. മറ്റുള്ളവർക്കുള്ള കടം. ഈ വാക്ക് റോമലേഖനം 8:12 പൗലോസ് ഉപയോഗിച്ചു. നമ്മൾ ജഡത്തിനല്ല കടക്കാരനാകുന്നത്. റോമർ 15:27 മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് അത് നമ്മുടെ കടമാണ്. റോമർ 15:27. ഗലാത്യലേഖനം 5:3 ഈ വാക്യം കാണാം. നാം കടപ്പെട്ടിരിക്കും. ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്തിന് പുറകെ ഇനി പോയാൽ അവിടെ ആ വാക്ക് കാണാം, കടമെന്ന വാക്ക്. കർത്താവിൻ്റെ സഭ അതിൻ്റെ വിശേഷതയും വ്യക്തിത്വവും നഷ്ടപ്പെടുത്തി കളയുന്നത് എപ്പോഴാണ്? സഭ ലോകത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ. സഭയല്ലാതായി മാറുന്നത് അപ്പോഴാണ്. ഓരോ പ്രാദേശിക ഇടവകയും ആ രാജ്യത്ത്, ആ ദേശത്ത് സുവിശേഷം അറിയിക്കുവാൻ കടപ്പെട്ടവരാണ്. ആ ദൗത്യത്തിൽ നിന്ന് പിൻവലിയുമ്പോൾ സഭ എന്ന നിലയിൽ ആ വിളക്ക് കെട്ടുപോവുകയാണ്. എസെക്കിയേൽ പ്രവാചക പുസ്തകൻ പറഞ്ഞത് കേൾക്കാം. എസെക്കിയേൽ 33, 8-9 വാക്യങ്ങൾ. ഞാൻ ദുഷ്ടനോട് ദുഷ്ടായി നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ ഇവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യനിമിത്തം മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. 9 വാക്യം. ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടത് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ നിൻ്റെ വഴി വിട്ടുതിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യനിമിത്തം മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അറിയിക്കേണ്ട കടമ നമുക്കാണ്. നാം അറിയിച്ചില്ലെങ്കിൽ, നാം അറിയിക്കാത്തത് കൊണ്ട്, നിശബ്ദരായിരുന്നത് കൊണ്ട് നശിച്ചുപോയ ജനക്കൂട്ടത്തോട് ആ ജനക്കൂട്ട രക്തം നമ്മോട് ചോദിക്കുന്നത് ദൈവം പറയുന്നു. എത്ര വലിയ ഉത്തരവാദിത്യ ബോധമാണ് അതിലൂടെ തരുന്നത്. സുവിശേഷം പരാജയപ്പെടുന്ന എപ്പോഴാണ്? സുവിശേഷകന്മാരായിരിക്കുന്നവർ തങ്ങൾ കടക്കാരാണ് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുത്തുമ്പോൾ. ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 20 അധ്യായത്തിൻ്റെ 24 മുതൽ 31 വാക്യങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പൗലോസിൻ്റെ സാക്ഷ്യമാണ്.
എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഓരോരുത്തർക്കും തികയ്ക്കാനൊരു ജോലിയുണ്ട്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളിനി ആരും കാണുകയില്ല ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെയും തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ അധ്യക്ഷരാക്കി വെച്ച് ആട്ടിൻകൂട്ടം മുഴുവനെ സൂക്ഷിച്ചുകൊള്ളുകയും. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പൗലോസ് സംസാരിക്കുകയാണ്. നിങ്ങളാരും നശിച്ചുപോയി, ഞാൻ ഈ കുറ്റക്കാരനല്ല. ഞാൻ പറയേണ്ടത്, പഠിപ്പിക്കേണ്ടത്, ഉപദേശിക്കേണ്ടത്, അറിയിക്കേണ്ടത് ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ജീവിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്വം ഇനി എനിക്കല്ല. അത് വ്യക്തമായി പോലെ ഓർമ്മപ്പെടുത്തുകയാണ് 31 വാക്യം വരാൻ പോകുന്ന അപകടത്തെ സൂചിപ്പിച്ച്. അപ്പോൾ നമ്മുടെ കരുതൽ കർത്താവ് യേശുവിനെ പോലെ ആയിരിക്കണം. നാം നമുക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. പ്ലസ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല ഓടുന്നത്. നാം മറ്റുള്ളവരുടെ കടപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കണം. എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് പൗലോസ് ഫിലിപ്പി ലേഖനം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും. എപ്പഫ്രോദിത്തോസ് പൗലോസിൻ്റെ തടവറയിൽ ശുശ്രൂഷിക്കാൻ ഫിലിപ്പിയ സഭയിൽ നിന്ന് കടന്നു വന്ന മനുഷ്യൻ. ആ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ഇത് പറഞ്ഞത്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം വാക്യം അവിടെ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കേണ്ട ഉത്തരവാദിത്വം കടം ബോധ്യപ്പെടുകയുള്ളൂ. സ്വന്തം കാര്യം നോക്കുന്നവർക്ക് അതൊരു വലിയ തടസ്സമാകും. ഇപ്പോൾ പൗലോസ് സ്വന്തം കാര്യം നോക്കിയില്ല, കർത്താവ് യേശുവിൻ്റെ കാര്യമാണ് നോക്കിയത്. അതുകൊണ്ടാണ് പറഞ്ഞാൽ യവനന്മാർക്കും പുറജാതി യഹൂദന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ലോകത്തിലെ സകല മനുഷ്യരോടും താൻ കടപ്പെട്ടിരിക്കുന്നു. കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു, സുവിശേഷത്തിൽ എന്നെ പരമേൽപ്പിച്ചു. ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ കണ്ടതാണ്. രണ്ടാമതായി പൗലോസ് ഉപയോഗിച്ച് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇതിനകം പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. പൗലോസിൻ്റെ മനോഭാവിതാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതായത് തന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു എന്ന വാക്കാണ് ഉപയോഗിച്ച്. എന്നാൽ കഴിയുന്നിടത്തോളം ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ സുവിശേഷം അറിയിക്കാനുള്ള ഒരുങ്ങിയിരിക്കുന്നവർ അതിനുവേണ്ടി ഒരുങ്ങും. വചനം പഠിക്കും, മറ്റുള്ളവരെ എങ്ങനെ സമീപിക്കണമെന്നുള്ളത് ശ്രദ്ധിക്കും, അവിടെ വാക്കുകൾ സൂക്ഷിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കിട്ടുന്ന എല്ലാ മുഖാന്തരങ്ങളും ഉപയോഗിക്കും. ഇപ്പോൾ ലോകത്തിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? പാപമോചനം. അതുകൊണ്ട് അവർ കേൾക്കേണ്ട ഏറ്റവും വലിയ വിഷയം എന്താണ്? ഏറ്റവും വലിയ വാർത്ത എന്താണ്? സുവിശേഷം. അത് അറിയിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. അവരതിന് ഒരുങ്ങി നിൽക്കണം. ഇന്ന് ലോകത്തിൽ അനേകം ആൾക്കാർ വിദേശത്ത് മരുഭൂമികളിലും പോയി കഷ്ടപ്പെടുന്നു. ഒരു ദിവസം 18-20 മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അധ്വാനിക്കുക. എന്തിന്? അവർ വാങ്ങിയ ലോൺ തിരിച്ചു കൊടുക്കണം. അവർ വാങ്ങിയ കടം എത്രയും പെട്ടെന്ന് വീട്ടണം. നാട്ടിലുള്ളവരത് അറിയുന്നില്ല. വിദേശവർ കിടന്ന് വിയർപ്പൊഴുക്കി അധ്വാനിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്, വെറും ഭൗതികമായ സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ആത്മീയമായി എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഒരുക്കം ആവശ്യമാണ്. ഈ ഒരുക്കം ഉണ്ടാകണമെങ്കിൽ ആദ്യം കടം ബോധ്യപ്പെടണം. നാം കടക്കാരാണ്. ഈ ഒരുക്കം, അതായത് തയ്യാറെടുപ്പ്, ഒരുങ്ങി നിൽക്കുക. സുവിശേഷം എല്ലാവിധത്തിലും പരിശോധിക്കപ്പെട്ടു. റോമിലേക്ക് താൻ ചെല്ലുമ്പോൾ, റോമൻ നഗരത്തിൻ്റെ നടുവിലേക്ക് പൗലോസ് സുവിശേഷമായി കടന്നു ചെല്ലുമ്പോൾ അതാദ്യം നേരിട്ടത് മതപരമായ പരിശോധനയാണ്. കാരണം വിഗ്രഹാരാധന, ദുരുപദേശങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, തത്വചിന്തകൾ ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്ന പട്ടണത്തിൽ സുവിശേഷം എന്താണ്? അത് ശക്തമായി ശോധന ചെയ്യപ്പെടും. അത് പ്രയോജനമുള്ളതാണോ എന്ന് ആ നാട്ടിൽ ശോധന ചെയ്യപ്പെടും. രണ്ടാമത് രാഷ്ട്രീയമായ ശോധന. റോം രാജകീയ ഭരണം കൊടികുത്തി വാഴുന്ന പശ്ചാത്തലം, ചക്രവർത്തിമാർ ആരാധിക്കപ്പെടുന്ന പശ്ചാത്തലം. ആ നാട്ടിൽ സുവിശേഷത്തിൻ്റെ ശക്തി പരിശോധിക്കപ്പെടും. മൂന്നാമത് അതിൻ്റെ സാമൂഹ്യ പരിശോധന. കാരണം ഇത്രമാത്രം അധാർമികമായി തകർന്നടിഞ്ഞ മറ്റൊരു രാജ്യമില്ല. അതിൻ്റെ നടുവിൽ സുവിശേഷം കടന്നു ചെല്ലുമ്പോൾ അത് ജനങ്ങളെ സ്വാധീനിക്കുമോ, ജനങ്ങൾക്കൊരു മാറ്റം വരുത്തുമോ? തീർച്ചയായും പരിശോധിക്കപ്പെടും. അവസാനമായി ധാർമ്മിക പരിശോധന. കാരണം റോം എന്ന് പറയുന്നത് അധാർമികതയുടെയും അഴിമതിയുടെയും കുപ്പത്തൊട്ടിയാണ്, ചവറുകൂനയാണ്. ജീവിതങ്ങൾ തകർന്നെറിഞ്ഞു കിടക്കുന്നു. ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും വിലയില്ലാത്തൊരു പട്ടണം. അവിടെ സുവിശേഷമായി കടന്നു ചെല്ലുമ്പോൾ സുവിശേഷം ശക്തമാണോ, നല്ലതാണോ, പ്രയോജനമുള്ളതാണോ, മനുഷ്യരെ സ്പർശിക്കുന്നതാണോ എന്ന് പരിശോധിക്കപ്പെടും. ഇത് പൗലോസിനറിയാം. ഏത് പരിശോധനയ്ക്ക് വിധേയപ്പെട്ടാലും സുവിശേഷം അജയ്യമായി തലയുയർത്തി നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അസാധാരണമായ വെല്ലുവിളികൾ സുവിശേഷം നേരിടുകയാണ്. എന്നിട്ടും പൗലോസ് ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം തനിക്കറിയാം എന്താണ് സുവിശേഷമെന്ന്, അതിൻ്റെ ശക്തി എന്തെന്നറിയാം. താൻ ഒരുങ്ങിയിരിക്കുന്നു, ആവോളം ഒരുങ്ങിയിരിക്കുന്നു. നാം പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ഒരുക്കണം, എപ്പോഴും ഒരുക്കി നിർത്തണം, ഏത് സമയത്ത് ഒരുങ്ങി തന്നെ നിൽക്കാനിട വരുത്തണം.
റോമലേഖനം 1-ാം അധ്യായത്തിലെ 16-17 വാക്യങ്ങളാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രമേയവാക്യം. 16-17 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് നമ്മുടെ സമീപനം വളരെ പ്രധാനമാണ്. എനിക്ക് ലജ്ജയില്ല. ദൈവത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവൻ അത് ആരോടും പറയില്ല, അവർക്ക് അനുഗ്രഹം ഉണ്ടാകില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട്? വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പൗലോസിൻ്റെ ആമുഖത്തിൻ്റെ അവസാന ഭാഗത്തെത്തുകയാണ്. ഇതുവരെ ഒരു കത്തിൻ്റെ എല്ലാ രൂപങ്ങളും പൗലോസ് അവതരിപ്പിച്ചു. എഴുതിയതാരാണ്, ആർക്കെഴുതി, അഭിവന്ദനം, എന്നിട്ട് നന്ദി കരയേറ്റൽ, അതെല്ലാം കഴിഞ്ഞിട്ട് ശേഷം തൻ്റെ പ്രമേയത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് എത്തുകയാണ്. 15-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷത്തിനായി ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന വാക്ക്, സുവിശേഷം എന്ന വിഷയത്തെ സ്പർശിച്ചുകൊണ്ടാണ് ഈ 2 വാക്യങ്ങൾ രൂപപ്പെട്ടത്. എന്താണ് സുവിശേഷം? ഈ 2 വാക്യങ്ങളിൽ പൗലോസ് ഇതുവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും തമ്മിലുള്ള ബന്ധം ഒരുക്കുകയാണ്. ഒരു പാലം പോലെ ഒരു ബന്ധം നിർമ്മിക്കുകയാണ്. കാരണം താൻ റോമിലേക്ക് പോകാൻ അതിയായി വാഞ്ചിച്ചു എന്ന് ഇതിനകം പറഞ്ഞു. നിങ്ങളെ വന്ന് കാണാൻ പലപ്പോഴും വാഞ്ചിച്ചു എന്ന് പൗലോസ് അവരെ ഓർമ്മിപ്പിച്ചു. ഇനി പൗലോസ് ഇതിലൂടെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് താൻ ഇത്രമാത്രം വാഞ്ചിച്ചത്, എന്തുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുവാൻ താൻ ഇഷ്ടപ്പെട്ടത്, അതിനുള്ള കാരണങ്ങൾ അവതരിപ്പിക്കുകയാണ്. മാത്രമല്ല ഇനിയുള്ള 1-1.5 അധ്യായം ഈ 2 വാക്യങ്ങളുടെ വിശദീകരണമാണ്. മാത്രമല്ല ഈ അധ്യായത്തിൽ ഈ വാക്യങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള 3 വാക്കുകൾ കാണാം. സുവിശേഷം, വിശ്വാസം, നീതി. ആദ്യമായി നമുക്ക് നോക്കാം ഈ 2 വാക്കിൽ അടങ്ങുന്ന സുപ്രധാനമായ ആദ്യത്തെ വിഷയം എന്താണ്? ഒഴിവാക്കാനാകാത്ത ആ വലിയ പരിഹാരമാർഗം, മനുഷ്യകുലത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരുക്കപ്പെട്ട പരിഹാരമാർഗം മറ്റൊന്നുമല്ല സുവിശേഷം. താൻ പറഞ്ഞു 3 അവസ്ഥകൾ തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഞാൻ കടക്കാരനാണ്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നില്ല. 16-ാം വാക്യത്തിൽ ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞു. ലജ്ജിക്കുക, നാം ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ചിന്തയാണ്, അവസ്ഥയാണ് ലജ്ജ, നാണക്കേട്, മുഖം മറിച്ച് നടക്കേണ്ട അവസ്ഥ. നമുക്ക് പലപ്പോഴും ഈ ഫോട്ടോയിലൊക്കെ കാണാൻ സാധിക്കും, ന്യൂസിൽ കാണാൻ സാധിക്കും. ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ പിടികൂടുമ്പോൾ സ്ത്രീയായാലും പുരുഷയായാലും അവർ സാരി കൊണ്ടോ തുവാല കൊണ്ടോ മുഖം മറയ്ക്കും. ചെയ്ത് വലിയ അകൃത്യമാണ്, പക്ഷേ അവരവരുടെ മുഖം അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ളവർ മുഖം മറച്ചു പിടിക്കും. പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പൗലോസ് ക്രൂസിൽ മരിച്ച ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ മനുഷ്യർ ലജ്ജിക്കും എന്ന അവസ്ഥയെക്കുറിച്ച് പൗലോസ് പരാമർശിക്കുക കാരണം എന്താണ്? അന്നും പലരും ലജ്ജിച്ചു, ഇന്നും പലരും ലജ്ജിക്കുന്നു. സുവിശേഷം പറയാൻ ഇഷ്ടം. ഇന്ന് പലരും ബൈബിൾ പോലും പൊതിഞ്ഞ് കെട്ടിയ ബാഗിനകത്ത് വെച്ച് ആരും കാണാതെ കൊണ്ടു കിടക്കുന്ന കാലമാണ്. സുവിശേഷത്തെക്കുറിച്ച് പറയാൻ ലജ്ജയാണ്. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു പറയുന്നത് പലർക്കും ഇത് ലജ്ജയാണ്, നാണക്കേടാണ്. അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ വാക്യത്തെ കുറച്ചുകൂടി വിശദമാക്കുന്നൊരു വാക്യമാണ് 1 കൊരിന്ത്യർ 1:23. കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 1-23 വാക്യം. ഇവിടെ പൗലോസ് അവസ്ഥ പറയും. അന്നത്തെ കാലത്ത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 24 യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും. ഇപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത വിഷയം. അവർക്കത് ഇടർച്ചയാണ്, ജാതികൾക്കത് മൂഢത്തരമാണ്, ഭോഷത്വമാണ്. പക്ഷേ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. പൗലോസിനറിയാം ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുക ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ്. പക്ഷേ ചിലർക്ക് അതിനോടുള്ള മനോഭാവം വളരെയധികം നിസ്സഹായമാണ്, വളരെയധികം പരിതാപകരമാണ്. ഇത് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പ്രസംഗിക്കുന്നത് പലർക്കും അവഹേളനമാണ്, അപമാനമാണ്. പലരും യേശുവിനെക്കുറിച്ച് പറയാൻ മടിക്കുന്നു, യേശുവിനെക്കുറിച്ച് പറയാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ പൗലോസ് അങ്ങനെയല്ല. പൗലോസ് ശക്തമായിട്ട് യേശുവിനെക്കുറിച്ച് പറയുകയാണ്. കാരണം സുവിശേഷം പൗലോസ് പറയാൻ മടിയില്ലാത്തതിൻ്റെ കാരണം, താൻ ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം, തനിക്ക് ലജ്ജയില്ലാത്തതിൻ്റെ കാരണം, തനിക്കറിയാം സുവിശേഷം ദൈവശക്തിയാണ്. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ആത്മരക്ഷയിലേക്ക് അവനെ നയിക്കുവാൻ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം ദൈവശക്തിയാണ്. ശക്തി എന്ന വാക്ക് യവന ഭാഷയിൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിൽ ശക്തി എന്നുള്ളതിന് യവന വാക്ക് ഡുനാമിസ് എന്നുള്ളതാണ്. അതേ വാക്കിൽ നിന്നാണ് നമ്മൾ സൈക്കിളിൽ പിടിപ്പിക്കുന്ന ഡൈനോമോ, ഊർജ്ജസ്വല സ്വഭാവം, അല്ലെങ്കിൽ വെടിമരുന്ന്, സ്ഫോടക വസ്തു എന്നൊക്കെ അർത്ഥം വരുന്ന ഡൈനാമിറ്റ്, ഇതെല്ലാം വരുന്ന ഈ വാക്കിൽ നിന്നാണ്. റോമെന്ന പശ്ചാത്തലത്തിൽ ശക്തി എന്ന വാക്ക് വളരെ പ്രധാനമാണ്. റോമൻ ഭരണകൂടത്തെ പരിചയപ്പെടുത്താൻ ഏറ്റവും ഉചിതമായ ഏക വാക്ക് ശക്തി എന്നാണ്.
റോമൻ സാമ്രാജ്യം, റോമൻ ചക്രവർത്തിമാർ ശക്തിയുടെ ഉദാഹരണങ്ങളാണ്. അവിടുത്തെ സൈന്യം അജയ്യമാണ്. റോമിൽ നമുക്ക് നിരന്തരം കാണാൻ സാധിക്കും ഈ ശക്തിയുടെ പല പ്രകടനങ്ങൾ. അവിടുത്തെ സേനാധിപന്മാർ നിരന്തരമായി യുദ്ധങ്ങൾ ജയിച്ച് തെരുവുകളിലൂടെ മാർച്ച് നടത്തുന്നത്, നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും അടിമകളായി അവിടെ വേല ചെയ്യുന്നത്, ചക്രവർത്തി ആരാധന നടക്കുന്ന കാലം. ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ പൗലോസ് അവിടെ കടന്നു ചെല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കവിടെ കടന്നു വരുമ്പോൾ ഞാൻ വരുന്ന സുവിശേഷത്തിനായിട്ടാണ്. എനിക്ക് ലജ്ജയില്ല, കാരണം ഞാൻ കൊണ്ടുവരുന്ന സുവിശേഷം, എൻ്റെ കയ്യിൽ നൽകി തന്നിരിക്കുന്ന സുവിശേഷം, അതിൽ ദൈവത്തിൻ്റെ ശക്തി അടങ്ങുന്നു. അത് നൽകേണ്ടതിൽ നൽകിയാൽ അത് സ്പർശിക്കുന്ന ജീവിതങ്ങൾക്ക് രൂപാന്തരമുണ്ടാകും. കാരണം സുവിശേഷം ദൈവശക്തിയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം കൂടുതലായിട്ട് ചിന്തിക്കാം. തിരിച്ചറിയുക ദൈവത്തിൻ്റെ ശക്തി, ഉണ്ടാകട്ടെന്ന് കൽപ്പിച്ച പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർത്തുന്ന സുവിശേഷം, അതിലൂടെ വിധേയപ്പെടുന്ന ജീവിതത്തിൽ വരുന്ന രൂപാന്തരം, ആ രൂപാന്തരം വരുത്തുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി സുവിശേഷത്തിലുണ്ട്. അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി. എന്തിന്? രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം.